ഇപ്പം ഇതാണ് അരുൺ ഭായ്, ഞങ്ങളുടെ റൂംമേറ്റ് ആണ്. ഞങ്ങളുടെ റൂമിൽ ജെയിൻ ഭായ് ഉണ്ട്, അരുൺ ഭായ് ഉണ്ട്, പിന്നെ ഞാൻ. ഇടയ്ക്കിടയ്ക്ക് ജോർജ്. പക്ഷേ ഞങ്ങൾ ഇത്രയും പേരാണ് റൂമില്. അരുൺ ഭായ് ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു കമ്പനി ആവുകയും അതുപോലെ ഞങ്ങള് എന്നെ ശരിക്കും പറയാൻ എന്താ ഒരു പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന പുള്ളിയുടെ ഒരു പ്രാർത്ഥനയൊക്കെ തോന്നിച്ചു. എനിക്ക് പലപ്പോഴും നല്ല ലോഡൊക്കെയാണ് കമ്പനിയിലും അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിലൊക്കെ നല്ല ലോഡുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ പുള്ളിയാണ് ഇടയ്ക്കൊരു സാന്ത്വനവും അല്ലെങ്കിൽ എന്താ പറയുക കർത്താവ് വന്ന നല്ലൊരു കൂട്ടുകാരി എന്ന് പറയാം, നല്ലൊരു കൂട്ടുകാരൻ, നല്ലൊരു പ്രെയർ പാർട്ട്ണർ ഇതൊക്കെ തന്നെ പറയാം. പിന്നെ മെയിനായിട്ട് ആരംഭമായി എനിക്കുള്ള ഉപയോഗം എന്ന് വെച്ചാൽ ഞാൻ വരുമ്പോഴത്തെ ഫുഡൊക്കെ തയ്യാറാക്കി വെക്കും. പിന്നെ ഞാൻ പിന്നെ അല്ലറ ചില്ലറ പണിയൊക്കെ ചെയ്ത് ഞാൻ കിടന്നുറങ്ങും. അഥവാ ഫുഡ് എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ പിന്നെ ആദ്യം പറഞ്ഞ പോലെ ജോർജ് വന്ന് എല്ലാം തയ്യാറാക്കും. അപ്പോൾ എല്ലാ രീതിയിലും ഐ മീൻ എന്താ പറയുക ലൈഫിൽ തമാശകളായാലും അല്ലെങ്കിൽ എന്താ പറയുക ഏത് ഘട്ടത്തിലും ഞങ്ങളുണ്ട്. ഇതേവരെ ഒരു ദിവസം പോലും പിണങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു നോട്ടം പോലും ഞങ്ങൾ തമ്മിൽ പറഞ്ഞില്ല. എപ്പോഴും ക്ഷമിക്കുക. അപ്പം ഞങ്ങൾ അതേപോലെ തന്നെ എല്ലാം പരസ്പരം എന്തായിട്ടെല്ലാം പറഞ്ഞു തീർക്കുകയും ഭായി എപ്പോഴും എന്നോട് ക്ഷമ പറയാറുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി മനസ്സിടക്കൊക്കെ തെറി പറയാറുണ്ടെന്ന്. എന്നിരുന്നാൽ തന്നെ അത് അന്നേരം തന്നെ ഞാൻ മറക്കും. ഞാനും പലപ്പോഴൊക്കെ ക്ഷമ പറയാറുണ്ട്. എന്നിരുന്നാലും നല്ല സന്തോഷമായിരുന്നു അരുൺഭായി കിട്ടിയതില്. അപ്പൊ അരുൺഭായി എത്രയും പെട്ടെന്ന് കൊൽക്കട്ടയിലൊക്കെ പോയിട്ട് തിരിച്ചു വരട്ടെ എന്നാണ്, കൊൽക്കട്ട അവിടെ പോയിട്ട് തിരിച്ചു വരട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അതുപോലെ ഞങ്ങളുടെ ആ ഒരു കൂട്ടായ്മ, അതായത് ജെയിംഭായും ഞാനും അരുൺഭായും കൂടെ ചേർന്ന ഒരു കൂട്ടായ്മ മുന്നോട്ട് പോട്ടെ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോ അധികം ഞങ്ങളിപ്പോ 6-7 മാസം ആയതേ ഉള്ളൂ ഒന്നിച്ച് വന്നിട്ട്. 6-7 മാസമേ ഉള്ളൂ. ഇപ്പൊ എത്ര വേഗം പറ 5 മിനിറ്റ്. അജയ് ഭായ് സത്യം പറ, ചെളി അറിഞ്ഞു. അരുണ് അല്ല ഇത് കഴിഞ്ഞ ജോർജിന്റെ 2 വാക്ക് പറയാൻ തരാട്ടാ. അരുൺ എന്റെ കൂടെ വന്നിട്ട് ഞാനും അരുണും പിന്നെ സുശീൽ എന്ന് പറഞ്ഞിട്ട് വേറെ പയ്യനുണ്ട്. ഞങ്ങൾ 3 പേരുടെയാണ് ആദ്യം റൂമിൽ ചേർന്നത്. അപ്പോൾ അരുൺ ജിയോ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കസിനാണ്. അങ്ങനെയാണ് ഞാനും അരുണായിട്ട് പരിചയപ്പെടുന്നത്. അരുൺ ആദ്യം കുക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു, എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ അപ്പൊ ആദ്യമൊന്നും ഇവൻ കുക്ക് ചെയ്യാൻ അറിയാറില്ല. അപ്പൊ അതിന്റെ പേരിൽ മാറി കാരണം കുക്കിംഗ് വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ചള്ളയിൽ പോയിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കുറേ കുക്കിംഗ് ഒക്കെ പഠിച്ചു, ഞാനും പഠിച്ചു. പിന്നെ നമ്മൾ ചീഫ് കുക്കായി. അതിനുശേഷം അവൻ കുറേശ്ശെ പഠിച്ചു. അങ്ങനെ ഞങ്ങള് എന്താ പറയാ ഞങ്ങൾ റൂം മാറിയതിനു ശേഷമാണ് ഞങ്ങൾ അറ്റാച്ച്മെന്റിലേക്ക് വന്നത്. മുമ്പ് അത്ര അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് പ്രശ്നം വന്നാലും അരുണിനെ വിളിക്കും. വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഷെയർ ചെയ്യും. ഞങ്ങൾ പരസ്പരം എന്താ പറയുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തീർക്കും. അതെനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ മുഖത്ത് നോക്കി പറയും. അതുപോലെ അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയാറുണ്ട്, ചേട്ടാ അത് ബായി എന്ന് വിളിക്കുക. ഞങ്ങൾ എല്ലാവരും പരസ്പരം ബായിമാരാണ്. ചെളി അടുത്ത ചെളി അപ്പൊ വീട്ടിലിങ്ങനെയാണ് അവസ്ഥ. അതായത് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയാവുന്ന ഒരു ഫ്രീഡം ഞങ്ങൾ 3 പേരും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 3 പേരും അങ്ങനെ പറയും, ജോലെ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച ചെയ്തില്ല, അടുത്ത പ്രാവശ്യം ആവർത്തിക്കരുത് ഞാൻ പറയും. കാരണം വെച്ചാല് ഞാൻ ഇവരകള് കുറച്ചുകൂടി മൂത്താന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് നല്ലൊരു എനിക്ക് സത്യത്തിൽ എനിക്ക് പറഞ്ഞ ഭയങ്കര എനിക്ക് നല്ലൊരു ബ്രദേഴ്സിന്റെ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര വിഷമമാണ് സത്യത്തില്. പലപ്പോഴും ഞാനൊക്കെ ട്രിപ്പുകൾ പോകാറുണ്ട്, ജയ്പൂര് ഭോപ്പാൽ എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തേക്കും പോകുമ്പോ അങ്ങനെ കല്യാണം എടുത്താലും വലിയ കുഴപ്പമില്ല. പക്ഷെ
എനിക്ക് ഇവരെ വിട്ടു പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് ആക്ച്വലി. ഞാൻ ഇപ്പോൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ജോബിനോട് പറഞ്ഞു എനിക്ക് നിങ്ങളൊക്കെ വിട്ട് എങ്ങനെയും മാറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് ആക്ച്വലി. ശരിക്കും എൻ്റെ ഒരു ബ്രദേഴ്സിന്റെ ഫീലിംഗ്. അല്ല അരുണിനെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, ജോബിലാണെങ്കിലും എനിക്ക് ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആക്ച്വലി പിന്നെ പരസ്പരം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു അറ്റാച്ച്മെന്റ്. ഇപ്പൊ അരുണിന് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള വിഷമം ഉണ്ടെങ്കിലും അവന് ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങൾ നല്ലൊരു ബന്ധം എനിക്ക് തോന്നുന്നു. ഞാൻ സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും. എനിക്ക് ആദ്യം പറ്റിയായിരുന്നില്ല ഒട്ടും. ശരിക്കും പറയായിരുന്നു ഞങ്ങളുടെ പഠിക്കുന്നത് ആദ്യം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇവനെ ഉൾക്കൊണ്ട് ശേഷം എനിക്ക് ഇവനോട് പ്രത്യേക സ്നേഹം തോന്നി തുടങ്ങി. ഞാൻ ജോബിനെ പോലും അത്ര വിളിക്കാറില്ല. എനിക്ക് തോന്നുന്നു അരുണിനെയാണ് എന്ത് ആവശ്യമുണ്ടെങ്കിലും വീട്ടിലെ വിളിക്കാറുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് ജോബിൽ ഇവൻ പോണോണ്ടല്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വീട്ടില് തന്നെയാണ് ഞാൻ വിളിക്കാറ്. ഞാൻ കൂടി ഇല്ല ആക്ച്വലി. ഞാൻ കല്യാണമാണ്, എല്ലാ ശനി ഞായറും മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് എനിക്ക് അരുണിന്റെ ജീവിതത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഭയങ്കര പങ്ക്ച്വലാണ്. പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഭയങ്കര പങ്ക്ച്വലാണ്. അതായത് കാലത്തേറ്റ് ആള് പേഴ്സണൽ വളരെ വളരെ വൃത്തിയായിട്ട് ചെയ്യും. അതെനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അതിനുശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ കാലത്തും വൈകിട്ടും അവന്റെ വളരെ ഇഷ്ടപ്പെട്ട എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കാലത്തും വൈകുന്നേരം അവൻ വൃത്തിയായിട്ട് ചമ്പം മണിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ കടക്കയിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കായിരുന്നു ആദ്യം ജനുവരി. അതൊക്കെ മാറ്റി കുറച്ച് വ്യത്യാസങ്ങൾ അവന്റെ ജീവിതത്തിൽ എനിക്ക് കുറച്ച് നല്ല ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. പിന്നീടും അവൻ എവിടെ പോയാലും ഈ ഒരു എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ രസമായിട്ട് ചെയ്യാൻ അവന് ദൈവ കൃപ നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ എവിടെ പോയിരുന്നാലും ഈ ഒരു ലിങ്ക് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. പിന്നെ അറ്റാച്ച്മെന്റ് അവൻ പോണല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റിൽ കൂടുതലുള്ള ഒരു വിഷമം ഉണ്ടായി. കാരണം വെച്ചാൽ കർത്താവ് എന്നെ മനസ്സങ്ങനെ ഒതുക്കി. അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ ബന്ധങ്ങളും അങ്ങനെയായിരുന്നു. ഞാൻ വന്ന എൻ്റെ ചേട്ടന്മാര്, എന്നെ ഇതുപോലെ സ്നേഹിച്ച എൻ്റെ ചേട്ടന്മാരെ എല്ലാവരും ഒരുമിച്ച് പോയത്. എല്ലാവർക്കും ഒരാൾ അമേരിക്ക പോയി, ഒരാൾ ഇൻഡോറിൽ പഠിക്കാൻ പോയി, ഒരാൾ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയി പോയി. എല്ലാവരും എന്നെ വിട്ടു പോയി. പക്ഷെ എങ്കിലും അതിന് എല്ലാ ഭാവങ്ങളും നേരിട്ടുണ്ട്. അല്ല ക്ഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ ആവശ്യമൊന്നുമില്ല.